കുറച്ചെങ്കിലും ഞാൻ രാജുവേട്ടൻ തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്തതും ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണ്. നല്ല കൈയടി നൽകി തന്നെ നമ്മുടെ സ്വന്തം ടോവിനോ തോമസ്, നമ്മുടെ സ്വന്തം സൂപ്പർ ഹീറോ ആൻഡ് റീസെന്റ് നമ്മുടെ ചാത്തനും കൂടിയാണ് അല്ലേ? യെസ്, നമ്മുടെ സൂപ്പർ ഹീറോ. നിങ്ങൾ ആരും കണ്ടു കാണില്ല, നമ്മളിവിടെ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ആത്മാർത്ഥതയോടെ ഉള്ളിൽ തട്ടി ഇത്രയും ഗംഭീരമായിട്ടൊക്കെ വെൽക്കം ചെയ്യുമ്പോൾ, വെൽക്കം ചെയ്ത് കഴിഞ്ഞ ആളവിടെ കമന്ന് കിടന്ന് ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ ഈ ഭയങ്കര ഒച്ചയില് കൊച്ചി വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഒച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഒച്ച തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ഞാനാണ് അവിടെ ഇരുന്ന് ഉരുകേണ്ടത്. ആ ഒച്ച നമുക്കൊന്ന് അറിയിക്കണ്ടേ? അല്ല, ഒച്ച ഉണ്ടായിരുന്നു കേട്ടോ. റെഡിയാണോ കൊച്ചി? ഇപ്പൊ റെഡിയാണോ? അതിനുള്ള ആളൊന്നുമില്ല അവിടെ. ഇത്രയും പേര് മതി അല്ലേ? ഉള്ള ആൾക്കാർ വെച്ച് നമ്മൾ പവർ കാണിക്കും അല്ലേ? അപ്പൊ ഇത് നമുക്കൊരു ചാലഞ്ച് ആണ്. ടോവിനോ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മള് അത്രയും ഒച്ച വെക്കത്തില്ല, അത്രയും ബഹളം വെക്കത്തില്ല, അത്രയും ഓളം ഉണ്ടാക്കത്തില്ല. നമുക്കൊന്ന് കാണിച്ചാലോ? ഇല്ല, ഇത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് നമ്മളൊന്ന് ഒച്ച വെച്ച് ക്രൗൺ പ്ലാസ മാത്രമല്ല കൊച്ചിനെ മൊത്തം ഒന്ന് അറിയിച്ച് നമുക്ക് ആഘോഷിക്കാം അല്ലേ? കൂടെ വെക്കണം, നാറ്റിക്കരുത് പ്ലീസ്. സോ എവരിബഡി ഫോർ a superhero ടോവിനോ തോമസ്. 3 2 1. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ആയോ? ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് അല്ല, എപ്പോഴും അതെ, നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്ത് ഇൻട്രോ കൊടുത്ത് വെൽക്കം ചെയ്താലും ആളിങ്ങനെ നാണിച്ച് ചിരിച്ച് അങ്ങനെയാണ് സ്റ്റേജിലേക്ക് വരും. ഒരു മാസ് എൻട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ആ ഹംബിൾ ആയിട്ടുള്ള ചിരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. And that's why you are our superhero. ജീവിതത്തിൽ അത്ര മാസമൊന്നുമില്ല, ഞാനൊരു ഫീൽ ഗുഡാ. ഈ സിനിമയുടെ ഭാഗമല്ല എന്നേ ഉള്ളൂ. നമ്മളുടെ ഞാനും ഇന്ദ്രേട്ടനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ ആർക്കും അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഇന്ദ്രേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള, കുറച്ചെങ്കിലും ഞാൻ രാജുവേട്ടൻ തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. അത് മാത്രമല്ല, പണ്ട് മൊയ്തീൻ കണ്ടിട്ട് ചേട്ടൻ ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് അന്ന് ഇന്ദ്രേട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സീയിങ് സച്ച് സ്വീറ്റ് തിങ്സ് അബൌട്ട് യു. ചേട്ടൻ അങ്ങനെയാണ്, പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷം ചേട്ടൻ. അത് മാത്രമല്ല, മറ്റ് ഇന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. പിന്നെ ഇനി ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും വളരെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാനും അനുരാജും അല്ലെങ്കിൽ ഷമീറും ഒക്കെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളതാണ്. ജെയ്ക്സേട്ടൻ എത്രയോ പടങ്ങൾ ഞങ്ങൾ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്തതും ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസും ആയിട്ട്. അതുപോലെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നവർ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ അടുപ്പമായവരുണ്ട്, പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പമായവരുണ്ട്. അങ്ങനെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയായിരുന്നു. എല്ലാവരും സ്പെഷ്യൽ മെമ്മറി എന്ന് വെച്ചാല് നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും വി വർ ഓൺ ദ സെയിം പേജ്, എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യം ഹെക്ടിക്കൊക്കെ ആവേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണം കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കട്ടയ്ക്ക് കല്ലുപോലെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ സിനിമ ഇറങ്ങി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അനുരാജും ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊടുപുഴ വന്ന് ഞങ്ങൾ അവിടെ ഒരു ദിവസം എൻ്റെ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ്. അങ്ങനെ ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും ഉള്ളൊരു സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ കുറേ നാൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ദിവസത്തെയും ഷൂട്ട് നമുക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതിനുശേഷം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനും പേഴ്സണൽ കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാനും അടുപ്പമുള്ള ആളുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ആയിട്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ വിഷമമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിത് വെറുതെ ഒരു സക്സസ് മീറ്റ് നിൽക്കുന്ന സമയത്ത്
ഒരു പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഇത് നമ്മൾ ഈ സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും ഒരു ടീമായിരുന്നു. അതായത് ഒരു കോമൺ എനിമിയൊക്കെ ഉണ്ടാവും ചില സിനിമകളിൽ. അത് ചിലപ്പോൾ നായകനാവാം, അയാളെ കൊണ്ട് ഭയങ്കര ശക്തമായിട്ട് എന്ന് ആൾക്കാർ തോന്നും, ചിലപ്പോൾ പ്രൊഡ്യൂസറാവാം, ചിലപ്പോൾ ഡയറക്ടറാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളൊക്കെയാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കോമൺ എനിമി പോലും ഇല്ല. എല്ലാവരും അതായത് ഒന്നും ആ എനിമിറ്റി എന്ന് പറയുന്നതും അത് അങ്ങനെ ശത്രുതയല്ല. പക്ഷെ അതേ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മൾക്ക് അത്ര അടുപ്പമില്ലാത്ത ഒരാള് ചിലപ്പോൾ ലൊക്കേഷനുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ എല്ലാവർക്കും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ OTT ഇറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാവുന്നത്. ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ നിൽക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ വിജയപരാജയം ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഒരു സിനിമ ഉണ്ടാവുന്നു. അതിലെ മാജിക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹാപ്പൻ ചെയ്യുന്ന മാജിക് നമ്മൾ ആസ്വദിക്കുന്നു. അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടമൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് വെച്ചു കൊടുക്കുന്നു. അവരത് കാണുന്നു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്ത് പറഞ്ഞ ആശയം ആളുകൾക്ക് മനസ്സിലാവുന്നു, ഒരു ഓർമ്മപ്പെടുത്തലാവാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസിനോടും ഓരോ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കോ ആക്ടേഴ്സിനോടും അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ മെയിൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും മേജർ ആർട്ടിസ്റ്റുകളും അല്ലാതെ ദിവസേന ഒരു കുറച്ച് ദിവസങ്ങളോളം ഒരു 1-2 ആഴ്ചയൊക്കെ 1000 പേരൊക്കെ സിനിമ സെറ്റുകളിൽ ഉണ്ടായിരുന്നു. അതെന്നുവെച്ചാൽ നമ്മളൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് അവിടെ എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ അത് ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ സീക്വൻസുകളൊക്കെ ഷൂട്ട്. അപ്പൊ അവരോട് ഓരോരുത്തരോടും അവിടെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകളോടും നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പൊ പ്രൊഫഷണലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് ആണെങ്കിലും തുടങ്ങി ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന കോസ്റ്റ്യൂം തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും അറിയിക്കുന്നു. അപ്പോൾ ബേസിക്കലി അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുള്ളൊരു ഓർമ്മയായിരുന്നു. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയും സന്തോഷവാനായിട്ടുള്ള ലാഭം കിട്ടിയ നഷ്ടം സംഭവിക്കാത്തൊരു പ്രൊഡ്യൂസർ ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചേരൻ സാറിന് ഇത് ഞാൻ പല വേദികളിലും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് ഒരുപാട് മുമ്പ് ഞാനൊക്കെ സിനിമ എന്ന് പറയുന്നത് ആഗ്രഹിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇവിടെയൊക്കെ തരംഗമായ സിനിമയാണ് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സിനിമ. അന്ന് മുതൽ അത് മാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം കൊണ്ട് മറ്റ് സിനിമകളും എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് മലയാളം മൂവി കൂടിയാണല്ലേ? ഞങ്ങൾ അതിനു മുമ്പും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ ടച്ചിലുണ്ടായിരുന്നതാണ്. ഈ സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ ആ അടുപ്പം കൂടുതലായി. അത് ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. പിന്നെ സുരാജ് ചേട്ടൻ, പിന്നെ നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻ, ഞങ്ങൾ കുറെ സിനിമകളായി റിലീസ് ചെയ്തു. പിന്നെ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് ഓരോരുത്തർ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ വിഷമമാവും എന്നുള്ള കാരണം കൊണ്ടാണ് എല്ലാവരും എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇനിയും നമുക്ക് കുറെ സിനിമകൾ ചെയ്യണം, നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക് യു സോ മച്ച്. Process. It was so lovely to hear to you. And also Anurag sir തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് challenges ഫേസ് ചെയ്ത സമയത്ത് you were standing as a savior to continue the journey of Nariveta. Savior അല്ല, I'm a friend. I am a very good friend to have. As a family, yes. Friend. Savior ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ടെക്നിക്കലി കുറച്ചുകൂടെ ബെറ്റർ വേർഡ്. എല്ലാവരും ഒരു ഫാമിലി തന്നെയാണ് നരിവേട്ട. ആൻഡ് ഒരു കാര്യം കൂടി, നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായി ഒന്നും കൂടി നമ്മൾക്ക് ടൊവിനോ ചേട്ടൻ നമ്മളെല്ലാം കുറച്ചും കൂടി ഒന്ന് പ്രൗഡ് ആക്കിയിരിക്കുകയാണ്. സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് സന്തോഷം. പ്ലീസ് ഗിവ് എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്.
സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ്? അത് എനിക്കെന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അത് ഈ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയാ, ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, അപ്പോൾ ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു 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 നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹാളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റീമസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനായിട്ടൊരു കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാലും വിടൂലല്ലോ. അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റേ ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. അച്ചീവ്മെന്റ്സ് അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പേഴ്സണൽ വിക്ടറി പോലെ തന്നെ തോന്നുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇത് പേഴ്സണൽ വിക്ടറി എന്നുള്ളതിനേക്കാളും ഇത് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു ഏകാംഗ നാടകം അവതരിപ്പിച്ചിട്ട് കിട്ടുന്ന അവാർഡല്ലല്ലോ. ഇതിന് ഞാനിതിനകത്തൊരു സീനിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും ആ സീനിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഫ്രെയിമിൽ കാണാത്ത ഒരുപാട് പേരുണ്ടോ, അവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവരെയാണ് നമ്മളിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും നേരം അവാർഡ്സ് കൊടുത്തവരൊക്കെ ഈ മൂവിയുടെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട്. ഞാൻ ഇപ്പൊ ഈ സിനിമയില് ഒരു പ്രധാന വേഷം അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഈ സിനിമ എന്നെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് മാത്രമാണ് ഞാൻ, ഒരു ആക്ടർ, ഏത് ആക്ടർ ആണെങ്കിലും. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ടോവിനോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തലയൊക്കെ ആട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതോ ലോകത്താണ്. ആദ്യമായിട്ട് ഇത്ര അടുത്ത് കണ്ടോണ്ട് ഒരുപാട് സന്തോഷം. അറിയില്ല, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞില്ല ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ. ചോദിച്ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചോ നിൽക്കുമ്പോൾ ഞാൻ ആളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഓക്കേ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർമാൻ ഇതെനിക്ക് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്ന് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണെന്ന് കെവിനും പറയാം, കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാനാണ്. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കിട്ടിയത്. പോരാ, വെൽക്കം ഷൈൻ ചേട്ടാ, വെൽക്കം ഷൈൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോ അതുപോലെ ഷൈൻ ചേട്ടനും എനിക്ക് ഈ പറയുന്ന പോലെ സ്വന്തം സഹോദരനെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങള് നിരവധി സിനിമകൾ ഒരുമിച്ച് ചെയ്തു, വളരെ നാട്ടുകാരാണ്. ഷൈൻ ചേട്ടാ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായതിൽ സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ എനിക്കതിൻ്റെ നെർവസ്നെസ് ഉണ്ട്. അതും ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. മായാനദി, കൽക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഹോൾ ക്രൂവിനോട് എൻ്റെയും ധീരത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ടിപ്പു, ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ധീരം ആക്ച്വലി നവംബറിൽ റിലീസ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ചേട്ടനെ വെച്ച് ഈ പടം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തോടും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇതിലൊരു ഡ്രാമയും കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു സക്സസ് തന്നെ ആവട്ടെ ധീരം, അല്ലേ ഇന്ദ്രജിത്ത് ചേട്ടാ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ആദ്യം നരിവേട്ടയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ. അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ
ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി. ARM പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈകൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കണ്ടതാണ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷൻ ഉണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിലും കാണാൻ പറ്റും. ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദാറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് ഇസ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചു തരും, ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല ഇത് സോങ് ആണെന്ന്, ബട്ട് തമിഴ് സോങ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ദെൻ വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ നേർന്നു കൊള്ളുന്നു. താങ്ക് യു. ആൻഡ് ധീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് വേഷങ്ങളാണ്. 25 സിനിമകളോളം മറ്റുമായി പോലീസായിട്ട്. അപ്പം ഇനിയൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്നൊരു സിനിമയായിരിക്കണം, അതൊന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യം ജിതിനെ പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ പോലീസ് ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആലോചിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ച് സംസാരിച്ചു. ജിതിൻ ആർട്ട് ഫിലിം മേക്കറാണ്. ജിതിൻ്റെ വർക്ക്സും ജിതിൻ ചെയ്തിട്ടുള്ള ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല ഏട്ടാ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സീരിയൽ മർഡർ മിസ്റ്ററി ആണ് തീർച്ചയായിട്ടും. പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ, അതിനപ്പുറത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസിലുമൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത്, അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്നൊരു സിനിമയാണ് ധീരം എന്ന സിനിമ. സോ മോർ ദാൻ എ ത്രില്ലർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നൊരു സിനിമ കൂടിയായിരിക്കും ധീരം. ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ സിനിമ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നവംബറിൽ സിനിമ റിലീസ് ചെയ്യണം. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. So please join me in welcoming with a big round of applause the one and only Anuraj Manohar. ഇപ്പോൾ പറയുകയാണെങ്കിലേ ഇപ്പം ബേസിക്കലി ഇപ്പം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രൊസീജിയറിലല്ല ഇത് പല ഘട്ടങ്ങളിലായി പല പ്രതിസന്ധി, മറ്റുള്ള സിനിമകളിലെ പോലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സച്ച സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. എല്ലാ സംവിധായകർക്കും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡായിട്ട് വീട്ടിലെ കുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ടായിരിക്കാം കുറച്ച് റിലാക്സ്ഡാണ്. ബാക്കി പറയുന്നതല്ല നിങ്ങളാണ്, ഞാൻ അതിനെ ഫോൺ ചെയ്യുന്നില്ല. ആശ്വാസമാണ് സിനിമ. ഞാനൊരു ഏതാണ്ട് 2011 സഹസംവിധാനമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. 2019 ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് നരിവേട്ട ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യുക, അതിലെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് സിനിമ കൃത്യമായ ഓഡിയൻസിലേക്ക് എത്തുക എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ മാറി ഇന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലല്ല ഈ സിനിമ നമ്മൾ ആ ടെംപ്ലേറ്റ് മീറ്ററിലല്ല ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് സോഷ്യൽ കോഴ്സും ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് കൂടി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് കിട്ടി, അത് ജനങ്ങളത് ഏറ്റെടുത്ത് അത് അത്തരത്തിലുള്ള റിവ്യൂ എഴുതുന്നു. അതൊക്കെ ആസ് എ ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുന്ന കാര്യമാണ്. സിനിമയ്ക്ക് എപ്പോഴും കാലങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന സംവിധായകർ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം നരിവേട്ട അത്തരത്തിൽ ഇനിയും ഇപ്പോൾ ഫെസ്റ്റിവൽ റണ്ണുകൾ തുടങ്ങുകയാണ് സിനിമകളുടെ. അപ്പം അത്തരം പ്രതീക്ഷകളും ഒരു ടീമായിട്ട് നമുക്കുണ്ട്. അപ്പം ടോട്ടലി ഇപ്പം നിൽക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ള ഈ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിൽ അവരുടെ സിനിമ നമ്മുടെ സിനിമ എന്നുള്ള ഒരു കോമൺ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്നൊരു മൊമെൻറ്റ് വന്നപ്പോൾ സിനിമ ഏതാണ്ട് 25 ദിവസത്തിൽ ഷൂട്ട് ചെയ്യാൻ 25 ദിവസം മാത്രം നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് പ്രൊഡ്യൂസർ ഇല്ലായ്മ എന്നുള്ളൊരു പ്രതിസന്ധി വരികയാണ്.
അപ്പോൾ ഞാൻ ഏതാണ്ട് അതിനുശേഷം 25-28 പ്രൊഡ്യൂസേഴ്സിന് സുഹൃത്തുക്കളും അല്ലാതെയുള്ള കോർപ്പറേറ്റ് കമ്പനികളെ ബോംബെ, ചെന്നൈ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അപ്രോച്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ സിനിമയ്ക്കൊപ്പം നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് ടൊവിയെ നമുക്ക് ആദ്യം തന്നെ ഓർത്തേ പറ്റുള്ളൂ. ആസ് എ ബ്രദർ എന്ന തരത്തിൽ ടൊവി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട്, അയാൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സന്തോഷമുള്ള സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രൊഡ്യൂസർ ഇല്ലായ്മ എന്നുള്ള പ്രതിസന്ധി എനിക്ക് അതിജീവിക്കാൻ പറ്റിയത് 2016 തോന്നുന്നു. പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കണ്ണൂരുള്ളൊരു ചെറുപ്പക്കാരൻ, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ നിരന്തരമായി ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നു, എനിക്കൊന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ ആ മെസ്സേജ് വളരെ അവിചാരിതമായി കണ്ടൊരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു. ആ ചെറുപ്പക്കാരൻ സിനിമയുടെ ലൊക്കേഷനിൽ വരുന്നു, നമുക്കടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ആ ചെറുപ്പക്കാരൻ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ പ്രൊഡ്യൂസറായി എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രതിസന്ധിയിലേക്ക് വരുന്നു. ഒപ്പം ആ വന്ന ചെറുപ്പക്കാരൻ്റെ പേരാണ് ടിപ്പു. പിന്നെ ടിപ്പുവിനോടൊപ്പം ഷിയാസ്കയും വരുന്നു. അവരുടെ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ആദ്യ സിനിമയാണ്. ഏതാണ്ട് 20 കോടി രൂപയുടെ അടുത്ത് ടോട്ടൽ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അപ്പോൾ എന്നെപ്പോലൊരാളെ വിശ്വസിച്ച്, ആ കഥയെ വിശ്വസിച്ച് അതിലേക്ക് വരുന്നു, ബ്ലൈൻഡായിട്ട് അത് ബഡ്ജറ്റ് ചെയ്യുന്നു, നമ്മളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ ഘട്ടം മുതലാണ് സിനിമയുടെ ലൈഫ് തുടങ്ങുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ്. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്ന നന്ദി പറച്ചിലാണ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ എണ്ണി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. താങ്ക് യു. ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നമാണ്. ഞാൻ വളരെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് വന്ന മേഖലയാണ്. അപ്പം ഞാനിതിൻ്റെ ഓരോ മൊമെൻറ്റും, ഇതിലെ കഷ്ടപ്പാടായാലും ഇതിൽ സന്തോഷമായാലും ഞാൻ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ അതിൻ്റെ സ്ട്രെസ്, ആ ഡിസ്കംഫർട്ട് നമുക്കുണ്ടാവും, അതിൻ്റെ വേദന നമുക്കുണ്ടാവും. സന്തോഷം വരുമ്പോൾ ഓഫ് കോഴ്സ് അത്. പക്ഷേ അതിൽ വീണു പോവാതെ മുന്നോട്ട് നടക്കാനുള്ളൊരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മെൻറ്റേഴ്സായിട്ട് ആരുമില്ല. കണ്ണൂർ ജില്ലയിലൊരു കുടിയേറ്റ മലയോര ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിൽ വന്ന് സിനിമ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് മെൻറ്റേഴ്സ് ആരും തന്നെ ഇല്ല. നമ്മൾ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് നമ്മളെ തന്നെ ഇഗ്നേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ മൊമെൻറ്റുകളും, ഇപ്പം ചേരൻ സാർ അടക്കമുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ജയിച്ചടം വന്നു. അപ്പം അത്തരത്തിൽ ഒരുപാട് പേരുടെ ടീം എഫേർട്ടും കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാം തന്നെ ഈ സിനിമയായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് എണ്ണി പറയാൻ പറ്റും ഈ സിനിമയുടെ യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു കാലത്ത് സമൂഹത്തിന് മുന്നിലേക്ക് ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും അവരോട് എത്രത്തോളം ക്രൂവലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തന്നൊരു സിനിമയാണ്. So now we are talking to that writer who made all this possible. ഇല്ല, സിനിമ നന്നായിട്ട് വന്നു, ആളുകൾ കണ്ടു, പടം ഹിറ്റായി, നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എല്ലാ സെക്ഷനും അപ്രിസിയേഷൻ കിട്ടി. അത് റൈറ്റിംഗ് മാത്രമല്ല, ഡയറക്ഷൻ, മ്യൂസിക്, ആക്ടിങ്, എല്ലാ കാറ്റഗറിയും നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സന്തോഷമുണ്ട്. ഈ ഒരു മൊമെന്ററായിട്ട് കാത്തിരുന്നിരുന്നു നരിവേട്ട സക്സസ് ആയൊക്കെ. അപ്പോൾ ഒരു സക്സസ് പാർട്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജിലെത്തി എല്ലാവരോടും സംസാരിക്കും, പടം ഇറങ്ങാൻ ഓടുക, ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞ സന്തോഷമാണ്. അതല്ലാതെ ഈ ഒരു മൊമെന്ററായിട്ടൊന്നും നമ്മളിങ്ങനെ കാത്തിരുന്നിട്ടില്ല അല്ലേ? ഓക്കെ, എഗെയിൻ അധികം വാക്കുകളിൽ സംസാരിക്കാതെ വലിയ കഥ എഴുതും, ഒരുപാട് കാര്യങ്ങൾ എഴുതുമെങ്കിലും മൈക്കില് ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാൻ നമുക്ക് ചെറിയ മടിയാണ്. ചെറിയ മടിയില്ല, വലിയ മടിയാണ്. അതാ ഇപ്പോഴും അത്രയും വലിയ ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴും അതെല്ലാം തീർന്നു. ഒരു 2 സെന്റൻസ് കംപ്ലീറ്റ് നമ്മളോടൊന്ന് സംസാരിക്കുമോ? എങ്ങനെ ഉണ്ടായിരുന്നു നരിവേട്ടയിലേക്ക് കഥ എഴുതി സിനിമ റിലീസായപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? 2 സെന്റൻസ്, തികച്ച 2 സെന്റൻസ് വേണേ. കഥയിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഒരു പോലീസ് ഓഫീസറുടെ ലൈഫ്, അയാൾ നേരിടുന്ന ക്രൈസിസ്, അയാളുടെ ഒരു യാത്ര എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ഒരു സെന്റൻസ് ആയി. 2 ഒരു 5 സെന്റൻസ് എന്ന് പറയാറുള്ളല്ലേ? എനിക്കതിനകത്തൊരു രസം തോന്നി. അനുരാജിനെ വിളിച്ച് ഫോണിൽ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ടോബിയുടെ അടുത്ത് കഥ പറയുന്നു, ടോബി ഓക്കെ പറയുന്നു. അവിടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഷൂട്ട് സത്യത്തിൽ കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. ആദ്യം കുട്ടനാട്ടിലായിരുന്നു, അത് വേറെ ടെറൈനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വയനാട്ടിൽ പോകുന്നു. ഒക്ടോബർ, നവംബർ ആ സമയത്താണ് വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. ഹ്യൂജ് ക്രൗഡുണ്ട്. അപ്പം ഒരു വലിയ പ്രോസസ്സായിരുന്നു ഷൂട്ടിങ്. പിന്നെ മ്യൂസിക്, ബാക്കി കാര്യങ്ങളെല്ലാം പടം ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിൽ പോയി. 10 സെന്റൻസ് ആയെന്ന് തോന്നുന്നു. 10 ആയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ലെങ്തി സെന്റൻസസ് പറഞ്ഞല്ലേ. ഞാൻ
യു. ഭയങ്കര സന്തോഷം. ഞാൻ ഈ ഒരു സിനിമയുടെ തുടക്കം, അതിൻ്റെ കഥ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഭാഗത്തിലുണ്ടായിരുന്നത് വയനാടിൻ്റെ ഷൂട്ടും പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പറയേണ്ട കാര്യമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമ വന്നതും ആളുകൾ എങ്ങനെ ഏറ്റെടുത്തും ഈ അടുത്ത കാലത്ത് ആളുകൾ ഹൃദയം കൊണ്ട് നമ്മുടെ കുറേ ഒരു സമൂഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു അടിപൊളി സിനിമയായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പാട്ടായെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ബാക്കിൽ കുറേ ഹെൽപ്പുകളൊക്കെ ചെയ്ത ഒരാളെന്നുള്ള സന്തോഷമാണ്. ഞാൻ ആക്ച്വലി ഇന്നിപ്പം എനിക്ക് രാത്രി 10 മണിക്ക് സിഡ്നിയിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ്. ഇവിടെ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. സോ ഭയങ്കര ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊന്നും വന്നതല്ല. അപ്പോൾ അദ്ദേഹം ഈ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്റ്റ് എൻ്റെ സിനിമയുടെ കഥ പറയുന്ന സമയത്താണ് ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചാണ് ഷിയാസ് ഭായി ആയിട്ട് ഞങ്ങൾ ലോഞ്ചിലിരുന്ന് നരിവേട്ട ഇങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്, ഷൂട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡിസ്കഷനൊക്കെ ഞങ്ങൾ 2 മണിക്കൂർ, ഞാൻ ഇതേപോലെ വേറെ ഒരു സ്ഥലത്ത് പോകുന്ന അദ്ദേഹം ദുബൈയിലേക്ക് പോകുന്ന സമയത്താണ്. അപ്പോൾ അന്ന് മുതൽ ഇതിൻ്റെ ബാക്കിൽ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും വിജയമായതിനും ഭയങ്കരമായ സന്തോഷം. അതിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. സോ ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം എന്നുള്ള ഒരു തോന്നലാണ്, എങ്ങനെ സാധിക്കുന്നതൊക്കെ ഏത് മൂവി എടുത്താലും അല്ലേ. യെസ് സർ, സോ ഓവർ ടു യു. നരിവേട്ട സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ? ജയ്ക്ക് സാർ സംസാരിക്കുന്നതിന് മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും മൈക്കെടുത്ത് സംസാരിക്കുന്നു, നമ്മളോട് പറയുന്നു. പക്ഷേ ജയ്ക്സ് ഫോർ ജോയ് ബീങ് ഹിംസെൽഫ് ആസ് എ വണ്ടർഫുൾ സിംഗർ സ്റ്റേജിലുള്ളപ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മിന്നൽ വള 2 വരി കേൾക്കാൻ അത് പാടാൻ എൻ്റെ ഒരു അസിസ്റ്റന്റ് നല്ല മിടുക്കനായ ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ സ്പെഷ്യൽ ആക്കുന്നത് when it comes from you. ഞാൻ പാടാം. അതിന് മുമ്പ് എനിക്ക് 2 പേര് പറയാനുണ്ട്. ഗുഡ് ഈവനിങ് എവരിവൺ. ഇതെനിക്ക് ഒന്നാമത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഇത്. ആക്ച്വലി അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിന്റെ ജേണിയാണ്. പണ്ട് സാലിഗ്രാമത്ത് ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയം ഞാൻ ഓർക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് വന്നത്. ആക്ച്വലി അതിൽ വേറെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണല്ലോ പതിവ്. അത് വന്നു. അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി. കാരണം എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ ഇഷ്കിലെ പറയുവാൻ എന്ന് പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ, നരിവേട്ടയിലെ പാട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി. മിന്നൽ വള അത് പാടാത്ത ആൾക്കാരില്ല. അതിനും അനുവിന് ഞാൻ താങ്ക് യു പറയുന്നത്. കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുമേനിനെ കൊണ്ടുവരാൻ പറ്റി, കൈതപ്പുറം മാസ്റ്ററിനെ കൊണ്ടുവരാൻ പറ്റി. ഇറ്റ് വാസ് എൻ അമേസിങ് ചോയ്സ്. ഐ എം സോ ഹാപ്പി അത് നടന്നതിൽ. അതുപോലെ തന്നെ ചൊവ്വയായിട്ടുള്ള എൻ്റെ ഈ ജേണി, അതെന്താ പറയാ, ഒരു ലക്കി ചാം പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലോക കഴിഞ്ഞു, ഇപ്പോൾ പള്ളിച്ചട്ടമ്പി, ഫ്യൂ അതർ പ്രോജക്ട്സ് ഓഫ് ദ ലൈൻ. ടൊവി, ഇറ്റ്സ് എ പ്ലഷർ. എനിക്ക് സന്തോഷം മാത്രം ടൊവി. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ഇവിടെ ഇരിപ്പുണ്ട്. ഏഞ്ചൽസ് എന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഒരു ഡൗട്ടും ഇല്ലാതെ, പണ്ട് മലയാളി എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എൻ്റെ ഒരു മിന്നൽ അഴകി എന്ന് പറഞ്ഞ പാട്ടിൽ രാജു ഉണ്ടായിരുന്നു. പക്ഷെ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത്. അത് ഇന്ദ്രേട്ടൻ അതിൽ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ടൻ. പ്ലഷർ യു ഹിയർ. പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ത്രൂ ഔട്ട് ദ ജേർണി വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഇപ്പോൾ സിദ് ശ്രീറാമിനെ കൊണ്ടുവരണോ അല്ലെ ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനോ ആ ഒരു അത്യാവശ്യം നിങ്ങൾക്കറിയാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ആൻഡ് നമ്മൾ പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ബട്ട് എനിക്കെന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കും. പുളുകുന്നിൽ ഒരു പാട്ടാണ്, നോട്ട് ദി ഓബിയസ് ചോയ്സ്. പക്ഷെ എന്നാലും സിഡ് വന്നാൽ, അത് കൈതപ്പുറം സാറിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ചിലപ്പോൾ പാളിയാൽ അത്രയും പൈസയും പോകും. പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസിക്ക് എടുത്തു. താങ്ക് യു സോ മച്ച്. അതിന്റെ റിസൾട്ട് വന്നു. പിന്നെ രാവും പകലില്ലാതെ നമ്മുടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസ് കേട്ടോ, സ്റ്റുഡിയോയിലുള്ള അവരെല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഡോൺ, പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട്. മിഥുൻ എഞ്ചിനീയർ, പിന്നെ ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്ന അൻവറിക്ക ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ ആറാറിന്റെ സമയത്ത് 2 ദിവസം ത്രൂ ഔട്ട് സ്റ്റുഡിയോയിൽ അവിടെ ഇരിക്കുകയാണ്. കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ്.
അപ്പൊ പുള്ളിനെ ഫുൾ ടൈം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു. ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗംഭീരം ഒന്നുണ്ട്. എന്റെ ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ, ക്ലൈമാക്സിൽ വരുന്ന ആ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ്. കാരണം അതിൽ കുട്ടി പാടി അത് ആ വിഷ്വൽ, ആ ഹൈ സ്പീഡ് ഷോട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ പട്ടിയുടെ ഷോട്ടും ആ മൊത്തത്തിലൊരു ആംബിയൻസിൽ വി നീഡ് ദ റൈറ്റ് ലിറിക്സ്. ഹൂ എൽസ് ദ മജീഷ്യൻ വർക്ക്. താങ്ക് യു അൻവറിക്ക. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ. നമ്മൾ ഇനിയും ഒരുപാട് പടങ്ങൾ വരാനിരിക്കുന്നു. താങ്ക് യു അൻവറിക്ക. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ പടത്തിൽ മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ആൻഡ് ഓൾവേസ് ഇറ്റ്സ് ബീൻ എ പ്ലഷർ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം. എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി മിന്നൽ വള. സോ ഹാപ്പി. എല്ലാവർക്കും ഇപ്പോഴും അഡിക്റ്റ് എന്നാണ് മിന്നൽ വള എന്നുള്ള സോങ്. ഏത് വരി എടുത്തോട്ടെ കാണാൻ പാടാണ്. അതിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങിയപ്പോൾ ആക്ച്വലി നരിവേട്ട മൂവിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് മിന്നൽ വള എന്ന സോങ്. അതുണ്ടാക്കിയ ഓളം ചെറുതല്ല. ലാവല്ലോ രാവല്ലോ അതിനൊരു ഡിബേറ്റ് വരെ നടന്ന ഒരു പാട്ടാണ്. ഇത്രയും ഡിബേറ്റ് അടിക്കുന്ന വേറെ ഒരു പാട്ടിനും അന്ന് കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോ ഇങ്ങനെ ഓരോ പരിപാടികൾ വന്നത് നന്നായി. താങ്ക് യു. അതൊക്കെ ഹാപ്പിയായി. ഇനിയൊരു 2 വരി ഞങ്ങൾക്ക് ജെയ്ക് സർ, you are thanking everybody. ഇവിടെ നിന്ന് വലിയ ഹിറ്റായത് ഞാൻ പാടാം. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കുണ്ടലിൽ മിന്നലായി. എല്ലാരും പാടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണോ നീ. മസിലൊക്കെ വിട്ട ഒന്ന് പാടിക്കും. 1 2 3 4. മിന്നൽ വള പെണ്ണഴകേ, എത്തിത്തോടാൻ മാരിവില്ലാണോ നീ. Thank you. Thank you so much. ജെയ്ക് സർ, I must say, ഇപ്പോൾ ജെയ്ക് സാറിന്റെ ഒരു ജേർണിയെ കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ സിനിമയെ കുറിച്ച് പറഞ്ഞു. 2007 തോന്നുന്നു മിന്നൽ അഴകെ പാട്ട് വന്നത് അല്ലേ. അന്ന് മുതൽ ജേർണിയിലെ ഭാഗമായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ താങ്ക് യു പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു. ഐ ഷുഡ് സേ ആസ് എൻ ഓഡിയൻസ് വി ഷുഡ് താങ്ക് യു. നമ്മളെ കൂടുതൽ റൊമാൻറ്റിക് ആക്കുന്നതിന്, നമ്മളെ കൂടുതൽ പ്രണയത്തിലാഴ്ത്തുന്നതിന്, നമ്മളെ കരയിപ്പിക്കുന്നതിന്, നമ്മളെ ദേഷ്യത്തിലാഴ്ത്തുന്നതിന്, അമർഷം തരുന്നതിന്, ദേഷ്യം തരുന്നതിന്, ആവേശം തരുന്നതിനെല്ലാം വി ആർ truly grateful. And we are so happy and proud that you are here in Malayalam film industry. അതെ, Thanks നമ്മുടെ a lot. പ്രേക്ഷകരുടെ പൾസ് അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പാട്ട് പാടി നമ്മളോട് സംസാരിച്ചു, പക്ഷെ സ്റ്റേജിൽ നിന്ന്